ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്തെന്ന് കേട്ടാൽ, നമ്മുടെ കൈയൊക്കെ വണ്ടി ഓടിച്ചിട്ടായാലും പണിയെടുത്തിട്ടായാലും നമ്മുടെ കൈയെല്ലാം ആകെ കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കൈയൊക്കെ കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു സംഭവം ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയത്. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം, നിങ്ങളും കാണട്ടെ നമ്മുടെ കുഞ്ഞു ടിപ്പ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ തക്കാളി കൊണ്ടൊരു മസാജ് കൊടുക്കാം. തക്കാളി വെച്ചിട്ട് നമുക്ക് കയ്യിനൊന്ന് നന്നായിട്ട് മസാജ് കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്യുന്നത് നിങ്ങളും കാണുക. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ. ഞാൻ പിന്നീട് കൈ നീളമുള്ള ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പണിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കൈ നീളമുള്ള ചുരിദാർ ഇട്ടിട്ട് പോയാലും പിന്നീട് കയ്യിൻ്റെ ഫോൺ ആടി കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതിനകത്ത് ഫോൺ ഇരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഇതിനകത്ത് ഫോൺ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ പിന്നീട് ഇതുവരെ കൈയിൻ്റെ ടോപ്പ്, ചുരിദാറിൻ്റെ ടോപ്പ് കാണേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ പോയാലും വെയിൽ കൊള്ളും. ഇന്നലെ ഞാൻ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് വെയിൽ മൊത്തത്തിൽ കൊണ്ട് പോരത്തിന് വണ്ടിയൊക്കെ ഓട്ടിക്കുന്നതുകൊണ്ട് കൈയൊക്കെ നമ്മൾ എത്ര ഇതാക്കാൻ നോക്കിയാലും നമ്മുടെ കൈയൊക്കെ എന്നും വിചാരിക്കും കേട്ടോ. എന്നും വിചാരിക്കും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. മുമ്പാണെങ്കിൽ മുഖത്തൊക്കെ എന്തെങ്കിലും ചെയ്യപ്പം കയ്യിലും കഴുത്തിലും ചെയ്യുമായിരുന്നു. മുഖത്ത് ഇടുമ്പോഴത്തേക്ക് കയ്യിലും ചെയ്യുമായിരുന്നു. ഇപ്പം മുഖത്ത് മാത്രമേ കയ്യിലിടാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതൊന്ന് ചെയ്യാമെന്ന് കരുതി. നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കളറൊന്നും കൂട്ടിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ല. വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ. അപ്പം നമ്മളതിലെ പാചകത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല ഡാർക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിനൊന്ന് മസാജ് കൊടുക്കാം. എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ. എനിക്ക് ഇന്നലെയൊക്കെ ഞാൻ 2 ദിവസമൊക്കെ നന്നായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിരിക്കുമ്പോൾ 3ൻ്റെ അന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ടുമുണ്ട്. ഒന്നുമില്ലെങ്കിൽ വഴിയെ പോണ പുരുഷെങ്കിലും നമ്മളെ തേടി വന്നോളും. വഴിയെ പോകുന്ന പുരുഷെങ്കിലും നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരിക്കും ഓരോരുത്തരും നമ്മളെ പറ്റി പറയുന്നവർ പറയട്ടെ. അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ വയ്യാലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണ്, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഓരോരുത്തരും നമ്മളെപ്പറ്റി പറയുന്നവർ പറയട്ടെ. എല്ലാം കാലം തെളിയിക്കുമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പോലെ, അവർക്ക് സത്യമുണ്ട്, അവരെ കാര്യം തെളിയുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ കാര്യം ദൈവം ഒരാൾക്ക് വേണ്ടിയിട്ട് ഉദിക്കുന്നതല്ലല്ലോ. കാലം തെളിയിക്കിട്ടല്ല. നമ്മളെങ്ങനെയൊക്കെ ഒതുങ്ങാൻ നോക്കിയാലും നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് സത്യം. പൊതുവേ ഞാൻ ഒന്നിനും ആരോടും പോകാറില്ല. ഒരു കാര്യത്തിന് ആരോടും ഞാൻ ഒന്നിനും പോകാറില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വെറുതെ ഇരിക്കാറുമില്ല. നമ്മളെ പറഞ്ഞ് നമ്മളും പറയും. എന്നാലും മാക്സിമം ഞാനിപ്പം വളരെ 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 ഒതുങ്ങിയാണ് പോകുന്നത്. ആരെ കാര്യത്തിലും ഇടപെടാണ്ട് ഞാൻ എൻ്റേതായ കാര്യങ്ങൾ നോക്കിയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എന്താ ചെയ്യുക, കലികാലം അല്ല, അതെന്ത് പറയാനാ. ഇന്നും കുറേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാൻ പോയി അതിനെ നേരം വരുള്ളൂ. നമ്മളാരെയും പേടിച്ച് മിണ്ടാതിരിക്കുന്നതല്ല. നമ്മൾ പിന്നെ 1ഉം 2ഉം പറഞ്ഞ് അത് വെറുതെ പ്രശ്നങ്ങളാവും. നമ്മളൊന്ന് പറയും, അവർ 2 പറയും, നമ്മൾ 4 പറയും, വീണ്ടും അവർ 6 പറയും. അതിൻ്റെ ആവശ്യമില്ലെന്നേ. അവർ പറയട്ടെന്നേ. 2 കൈയും കൊണ്ട് ഒച്ചയുണ്ടാക്കിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഒരു കൈ മാത്രം ആകുമ്പോഴത്തേക്ക് അത് അവിടെ കൊണ്ടങ്ങ് നിൽക്കും. അപ്പോൾ ഞാനിതിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് കയ്യിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഞാൻ എപ്പോഴും ചെയ്യത്തില്ല. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഒരു മടിച്ചിപ്പാറുവാണ് ഞാനൊരു മടിച്ചിയാണ്. ഒരു കാര്യത്തിലും
ഉത്സാഹത്തോടെ എനർജിയോടെയൊക്കെ നമ്മൾ ഒന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഒരു ഇതായനെ. ഇപ്പം പഞ്ചസാര എടുത്ത് സ്ക്രബിങ്, കയ്യിന് സ്ക്രബിങ് കൊടുക്കുക. ബീഡിയൊക്കെ നീണ്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബീഡിക്കൊക്കെ നീളം കൂടുമോന്ന്. ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യണം കേട്ടോ, അല്ലാതെ ഒരു ദിവസം ചെയ്തെന്നും പറഞ്ഞിട്ട് ഇതിനൊന്നും യാതൊരു ബലവുമില്ല. ഒരു ദിവസം ചെയ്തെന്നും പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന സമയത്തൊരിത് കാണും. വീണ്ടും നമ്മൾ നാളെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് അവസ്ഥ. മാണിക്യക്കുയിലേ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നമ്മളിത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുമോ? പോകുന്നവർ പോവുക, കാണുന്നവർ കാണുക. പഞ്ചസാരയുടെ നീരും തക്കാളിയുടെ നീരും കൂടെ ആയപ്പോഴല്ല തറയില്ല നമ്മുടെ. അതാണ് ഞാൻ അല്ലേ കണ്ടല്ല, നമ്മളെ ടേബിൾ ഷീറ്റിലൊക്കെ ടേബിൾ ഷീറ്റിലൊക്കെയാവും. നമ്മളീ പറഞ്ഞതല്ല, നമുക്ക് വലിയ അറിവും കാര്യത്തോടെയൊന്നും അല്ല നമ്മൾ യൂട്യൂബ് തുടങ്ങിയത്. നമ്മുടേതായ കുഞ്ഞു അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ഭയങ്കര സംഭവമൊന്നുമല്ല. നമ്മുടേതായ അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളെപ്പോലുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നൊരു പ്രയോജനമാവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് നമുക്കൊരു വീഡിയോ ആവും. ചെയ്യാൻ മടിയുള്ളവർക്കത് കൈ കഴപ്പുണ്ട് കേട്ടോ. എനിക്ക് നല്ല കൈ കഴപ്പുണ്ട്. നമ്മളൊരു ജോലി നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇങ്ങനെ കയ്യിന് സ്ക്രബിങ് കൊടുത്തപ്പോൾ തന്നെ കയ്യിന് നല്ല കഴപ്പുണ്ട്. ഷോൾഡറൊക്കെ നന്നായിട്ട് കഴയ്ക്കുന്നുണ്ട്. ചെയ്ത് എത്ര മിനിറ്റായോ എന്താ, വീഡിയോക്ക് ലെങ്ത് കൂട്ടണം എന്തോ ഗുരുവായൂരപ്പ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു 5 മിനിറ്റ്, ഒരു കയ്യിനൊരു 5 മിനിറ്റ് സ്ക്രബിങ് കൊടുക്കുക, ഒരു കയ്യിന് 5 മിനിറ്റ് കൊടുക്കുക. ഞാനിപ്പം വീഡിയോക്ക് നീളം കൂടണ്ടെന്ന് കരുതിയിട്ടാണ് 2 കയ്യിനും കൂടെ അങ്ങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മുടെ പേപ്പറൊക്കെ മൊത്തം പഞ്ചസാരയും തക്കാളി നീരും കൊണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഇനിയിപ്പം ഞാൻ അത് നിർത്തി കേട്ടാ. ഞാൻ വീണ്ടും ഉരച്ചുകൊണ്ട് നിന്നാലുണ്ടല്ലോ വീഡിയോക്ക് ലെങ്ത് കൂടും. അപ്പം ഞാൻ അത് കട്ട് ചെയ്യാണ്ട് ഒറ്റ വീഡിയോ ഇട്ടിടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കട്ട് ചെയ്യാണ്ട. അപ്പം നമ്മൾ അതിലോട്ട് പിന്നെ നമ്മൾ പഞ്ചസാരയും തക്കാളിയും കൊണ്ട് സ്ക്രബിങ് കൊടുത്തേ കയ്യിന്, അതിലോട്ട് ഞാൻ ഇച്ചിരി കടലമാവ് ഇടുന്നുണ്ട്. ഇച്ചിരി കടലമാവും കഴുകി കളഞ്ഞില്ല കേട്ടോ. ഞാൻ ആ പഞ്ചസാരയുടെയും തക്കാളിയുടെയും നീര് കയ്യിലങ്ങനെ ഇട്ടിക്കുന്നു. അതിൻ്റെ പുറത്തൂടെ തന്നെ കടലമാവ് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. വീഡിയോക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ ചെയ്യണം കേട്ടോ. വീഡിയോക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ ചെയ്യുന്നത്. മാണിക്യക്കുയിലേ, അതിലോട്ട് ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാടൊക്കെ ഇപ്പം നിലത്ത് തൂവിപ്പിക്കണേ. കൈ സ്ലിപ്പായതുകൊണ്ട് പാടൊക്കെ ഇപ്പം നിലത്ത് പോയനെ. നമ്മുടെ കൈ ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുകയല്ലേ. ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് ചെയ്യാണ്ട്. അപ്പോൾ കടലമാവും മഞ്ഞപ്പൊടിയും പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട്. നല്ല തലവേദനയുണ്ട് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്നും കുളിക്കാനും എന്തോ എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മളെ ഓരോരുത്തർ നന്നായിട്ട് നമ്മളെ പറയുന്നുണ്ട്. എന്താ പറയാ, എല്ലാം അറിയുന്നവനാണ് ഈശോ, ദൈവം. എല്ലാത്തിനും കാരണമില്ലാതെ നമ്മളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ഒക്കെ ചെയ്യുന്ന തെറ്റിന് നമ്മളെ ക്രൂശിക്കുന്ന കാലം. വല്ലവരും ചെയ്യുന്നതിനും പറയുന്നതിനും നമ്മളെ ക്രൂശിക്കുന്ന കാലം. അല്ലെ വിചാരിക്കണം സോഷ്യൽ മീഡിയ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെയാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ. എന്താ ചെയ്യുക, ഇതൊന്നും അറിയാതെ പോകുന്നു. അപ്പോൾ ദാണ്ടേ
നമ്മുടെ മഞ്ഞൾപ്പൊടിയും കടലമാകും മാവും നാക്കൊന്നും കിട്ടുന്നില്ല. നാക്കേ തത്തക പുത്തൊക്കെ ആവും. അതിന് നമ്മളെ പലരും കളിയാക്കുന്നുണ്ട്. എൻ്റെ ലൈവിലൊക്കെ ഒന്ന് എന്നെ ആരെല്ലാം കളിയാക്കുന്നത് എല്ലാം ഞാനങ്ങ് ചിരിച്ചു വിടും. അതിനൊന്നും ഞാൻ മറുപടി പറയാറില്ല, ഒക്കെ ചിരിച്ചു വിടും. അപ്പോൾ കടലമാവ്, പാല്, മഞ്ഞൾപ്പൊടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ തക്കാളിയും പഞ്ചസാരയും കൊണ്ട് കയ്യിനൊന്ന് സ്ക്രബിങ് കൊടുത്ത് ഒരു 5 മിനിറ്റെങ്കിലും സ്ക്രബിങ് കൊടുക്കണമായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണം വീഡിയോയ്ക്ക് നീളം കൂടും എന്നുള്ളതിന് കാരണം ഞാൻ കുറച്ച് കൊടുത്തിട്ട് അപ്പം ഞാൻ ആ കയ്യിലോട്ട് തന്നെ ഇതിനങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഞാൻ മുഖത്ത് വന്നിടും കേട്ടോ. മുഖത്ത് ഞാൻ സ്ക്രബിങ് ഒന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി മുഖത്തൊടിഞ്ഞ് കൈ കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഒന്നും എടുത്തു തരാൻ ആരുമില്ല ചെല്ലങ്ങളെ. നമ്മളെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഒരാളുടെ സപ്പോർട്ടും കൂടെ വേണം. ഒറ്റയ്ക്കുള്ള തുഴച്ചിലാണ്. ഇപ്പോൾ ഫോണിന് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണം. ഇനി വീഡിയോ എല്ലാം പതിയുമില്ല എന്നാണ് വീഡിയോ ഒക്കെ പതിയുമെന്നാണ് എനിക്ക് ഡൗട്ട്. കുറേ നാളായില്ലേ വീഡിയോ ഒന്നും കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല. മടി കുടിയെ കിടത്തുമെന്ന് പറഞ്ഞാൽ മടി വരുമ്പോൾ നമ്മളെല്ലാം മടിക്കും. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ വെയിലത്ത് പണിയെടുക്കുന്നവരും 2 വീലർ ഓട്ടിക്കുന്നവരും വീട്ടിലിരിക്കുന്ന ആൾക്കാരുമൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെന്തായാലും അധ്വാനിച്ചാൽ ഫലം കിട്ടും. കഷ്ടപ്പാടിന് ഫലം എപ്പോഴായാലും കാണുമെന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്താൽ നമുക്ക് മാറ്റം വരും. നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു മാറ്റവും വരത്തില്ല. നമ്മളിൽ പലർക്കും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പം മടിക്കാതെ നിങ്ങൾ ചെയ്യുക. ഈ ചെയ്യുന്ന ഞാൻ ഇനി അടുത്ത് എപ്പോൾ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. 2 ദിവസമൊക്കെ ചാടിക്കൊണ്ട് നിൽക്കും. വീഡിയോ കിട്ടുന്നുണ്ടോ എന്തോ എൻ്റെ ഗുരുവായൂരപ്പ, വീഡിയോ കിട്ടുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല. ഫോൺ നോക്കുമ്പോൾ അറിയാം. ഇനി കൈയൊക്കെ കഴയ്ക്കുന്നുണ്ട് ചേച്ചിക്ക്. കയ്യിനൊക്കെ കഴപ്പാണ് കുഞ്ഞുങ്ങളെ, കഴപ്പാണ്. നമ്മുടെ ആ പേപ്പർ വിരിച്ചിട്ട പേപ്പർ മൊത്തം കൊളായി കേട്ടോ. അപ്പം ഞാൻ ഈ കൈ കൊണ്ട് തന്നെ മുഖത്തും കൂടെ ഒന്നുമില്ല. ഇപ്പം നമ്മളെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.